മക്കളെ, നമുക്കൊരു പരീക്ഷണം കൂടി ചെയ്ത് നോക്കിയാലോ? ഏതാ പരീക്ഷണം ചെയ്യാൻ പോകുന്നേ? ഓക്കെ, പറഞ്ഞു. വായുവിനെ നിശ്ചിത ആകൃതിയില്ലെന്നും വായുവിനെ സഞ്ചരിക്കാൻ കഴിയുമെന്നും വായുവിന് ബലം പ്രയോഗിക്കാൻ കഴിയുമെന്നും നമുക്ക് ഈ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം. ഓക്കെ. നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു ബലൂൺ, രണ്ട് PVC പൈപ്പുകൾ, ഒരു സ്റ്റോപ്പർ, ഒരു ഗ്ലൗസ്. ഉണ്ടാക്കേണ്ട വിധം: ഒരു PVC പൈപ്പിൽ ബലൂണുമായി ഘടിപ്പിച്ചിരിക്കുന്നു. അതിന്മേൽ സ്റ്റോപ്പർ ഘടിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് ഈ ബലൂൺ നമുക്ക് ഊതി വീർപ്പിക്കാം. നോക്കൂ, ഞാനിത് സ്റ്റോപ്പർ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വായുവിന് ഒരു നിശ്ചിത ആകൃതി ഉണ്ടോ? ഇല്ല. ബലൂൺ വീർപ്പിച്ചപ്പോൾ അതിന് ബലൂണിന്റെ ആകൃതി വന്നു, അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് ഈ ഗ്ലൗസ് ഘടിപ്പിച്ചിരിക്കുന്ന പൈപ്പ് ഇതിലായി കണക്ട് ചെയ്യാം. ഇനി നോക്കൂ, ഞാൻ ഇത് ഓണാക്കുമ്പോൾ ഈ ഗ്ലൗസിന് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. എന്തു പറ്റി? പുതിയൊരു ആകൃതി സ്വീകരിച്ചു, അല്ലേ? ഒരു കൈയുടെ ആകൃതി സ്വീകരിച്ചു. ഒപ്പം തന്നെ നമുക്ക് വേറെ എന്തൊക്കെ മനസ്സിലാക്കാം? വായുവിന് സഞ്ചരിക്കാൻ സാധിക്കും, ബലം പ്രയോഗിക്കാൻ സാധിക്കും, ഒരു നിശ്ചിത ആകൃതിയില്ല, അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നു, അല്ലേ? വെരി ഗുഡ്.